നമസ്കാരം സുഹൃത്തുക്കളെ, ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, തെളിവ് സഹിതം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. OLX എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനകത്ത് മലയാളികളെ മാത്രം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിരക്കണക്കിന് ജോബുകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ജോബ് സ്കാമിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പൊ അവർ നിലവിലെ HR അഭിഷേക്, HR ആനന്ദ്, അങ്ങനെ ഒരുപാട് പേരില് ആയിരക്കണക്കിന് ജോബിന്റെ പോസ്റ്റുകൾ ഇട്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പൊ സീസൺ വരികയാണ്, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇവരെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരക്കണക്കിന് പോസ്റ്റുകൾ ഇട്ടിരിക്കുകയാണ്. നമുക്ക് തെളിവിലേക്ക് കിടക്കാം. ഇപ്പൊ എന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് OLXന്റെ സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എത്ര വേക്കൻസീസ് ആണ് ഫേക്ക് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് OLXന് മെയിൽ അയച്ചു, ഇതുവരെ റിപ്ലൈ ഇല്ല. ആ OLXന് അയച്ച മെയിലിനകത്ത് പല പ്രമുഖ പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് കേരളത്തിലും കർണാടകത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ CC വെച്ചിരുന്നു. എന്നിട്ട് പോലും ഒരു കുലുക്കവും ഈ OLX എന്ന് പറയുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇനി വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം. എത്ര വേക്കൻസിയാണ്, ഇതെല്ലാം ഫേക്കാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ വേക്കൻസീസ് എല്ലാം ഫേക്കാണ് OLXനകത്ത്. നിങ്ങൾ നോക്കുക എത്ര പ്രൊഫൈലിൽ നിന്നാണ് ഇത്രയും വേക്കൻസികൾ വരുന്നുള്ളത്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. HR അഭിഷേക്, HR ആനന്ദ്, HR ഡിപ്പാർട്ട്മെന്റ്, HR അനന്തു, HR ആരതി, ഇഷ്ടം പോലെ, ഇനിയുണ്ട് ഇഷ്ടം പോലെ. ഇവരുടെയൊക്കെ പ്രൊഫൈലിനകത്ത് 100 കണക്കിന് ജോബ് പോസ്റ്റുകൾ വന്നിട്ട് നമ്മൾ മലയാളികളെ തട്ടിപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 100 കണക്കിന് പോസ്റ്റുകൾ വന്നിട്ട് ഇത് OLX റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കുലുക്കവും ഇല്ലാതെ ഈ OLX എന്ന് പറയുന്ന സെക്കൻഡ് ഹാൻഡ് സെയിലിംഗ് പ്ലാറ്റ്ഫോം നിലനിന്ന് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. OLX കാണുന്ന ഫേക്ക് ആയിട്ടുള്ള ജോബ് എല്ലാം റിപ്പോർട്ട് അടിച്ചു, അതുപോലെ പല ആളുകളെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിച്ചു. എന്നിട്ടും ഇതൊന്നും പോകുന്നില്ല. പുതിയ പുതിയ ഐഡിയകളിൽ നിന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു പ്രൊഫൈലിൽ 100 കണക്കിന് പോസ്റ്റുകൾ അനുസരിച്ച് 10 പ്രൊഫൈലിൽ നിന്നൊക്കെ 1000 പോസ്റ്റുകളാണ് ഇതുപോലെ കിടക്കുന്നത് മലയാളിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് കുട്ടികൾ പുറത്തിറങ്ങാൻ പോവാണ്, അവരൊക്കെ ഇതിനകത്ത് പെടാൻ പോവാണ്. ഇനി തെളിവുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ നിങ്ങളെ തെളിവ് കാണിച്ചു തന്നിട്ട് ഇനി സംസാരിക്കുള്ളൂ. കാരണം അല്ലാതെ കുറെ പേര് പറയുന്നുണ്ട് നിങ്ങൾ ഇത് OLXനെ അറിയിച്ചായിരുന്നു, OLXന് മെയിൽ അയച്ചിട്ടുണ്ട്. പല പല പ്രമുഖരായിട്ടുള്ള DGP അതുപോലെ പല ഉദ്യോഗസ്ഥരും CC വെച്ചുകൊണ്ട് OLXന് മെയിൽ അയച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് അവർ റിപ്ലൈ തന്നിട്ടില്ല. റിപ്ലൈ തന്നിട്ട് റെസിപ്റ്റ് കാണിക്കാനായിരുന്നു, റെസിപ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഞാൻ ഈ ജോബിൽ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവരോട് ചാറ്റ് ചെയ്യുന്നതാണ്. പിന്നെ പല നമ്പറിൽ നിന്നായിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നമ്പറിൽ നിന്ന് മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബ് കൊടുത്തിരുന്നു, അപ്ലൈ ചെയ്തിരുന്നു ചോദിച്ചുകൊണ്ട്. ഇവരുമായിട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കാം. എവിടെയാണ് ഇന്റർവ്യൂ വരുന്നത് കറക്റ്റ്? നമുക്ക് ഇന്റർവ്യൂ ഡയറക്റ്റ് ബാംഗ്ലൂർ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഗൂഗിൾ മീറ്റ് വഴി. അപ്പൊ അത് ബാംഗ്ലൂരിലെ എവിടെയൊക്കെ സ്ഥലം വരുന്നത് കറക്റ്റ്? ബാംഗ്ലൂർ നമുക്ക് മാലൂരാണ് വരുന്നത്. മാലൂരാണ് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടുന്ന് അവിടെ വന്ന് അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ അല്ലേ? കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് വന്ന് അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോൾ. ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പേയ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഫീസ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഫീസ് നമുക്കൊരു ഡെപ്പോസിറ്റ് വരുന്നുണ്ട്, 3900. ഇത് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് ട്രെയിനിങ് പീരീഡിലെ സാലറിക്കൊക്കെ നമ്മൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇത് എന്തിനാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മന്ത് നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർ എംപ്ലോയി ആയിരിക്കില്ല. സെക്കൻഡ് മന്ത് തൊട്ടായിരിക്കും നിങ്ങൾ കമ്പനിയുടെ ഡയറക്ടർ എംപ്ലോയി ആയിരിക്കും. സോ ഈ ടൈമിൽ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, നിങ്ങൾ ഇത്രയും കേട്ടാൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്ന സംഭവം അവർ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്ത് പെട്ടവര് എന്റെ വീഡിയോ കണ്ട് എനിക്ക് അയച്ച റെസിപ്റ്റ് ഞാൻ കാണിച്ചു തരാം. എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇതൊന്നുമല്ല, ഇനിയുണ്ട് ഒരുപാട്. ഇവിടെ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന നോക്കിയോ, എത്രയാണ്? 3900, 10000, 4000, 4500, എത്ര റെസിപ്റ്റുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരൊന്നും ജോലി കിട്ടിയിട്ടില്ല. അത് ഇതുപോലെ ഈ ലേഡി പറഞ്ഞ പോലെ അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് ഒറ്റ ഒരുത്തിനും ജോലി കിട്ടിയിട്ടില്ല. തിരിച്ച് വിളിച്ചെടുക്കത്തില്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ. പിന്നെ വേറെ രസം എന്താണെന്നല്ലേ, ഞാൻ പല വീഡിയോയിലും പറയുന്ന കാര്യമാണ് കേട്ടോ. ഇതിൽ പലരും അനുഭവങ്ങൾ പറയുന്നുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇവർ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങോട്ട് പോരെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നീ പൈസ തരാതെ ഇവിടുന്ന് പോകത്തില്ല, ഇത് ബാംഗ്ലൂരാണ് എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഊച്ചാളി ലോക്കൽ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പോലീസുകാർ ഇതിന് കൂട്ടുണ്ടത്രേ. എനിക്ക് ഇവരുടെ ടീമിനകത്ത് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവർക്ക് സിമ്മ് കൊണ്ട കൊടുക്കുന്നത് ഭായിമാരാണ്. അതിന് അഡ്രസ്സും പ്രൂഫും കാര്യങ്ങളൊന്നും ഇവർ കൊടുത്തിട്ടല്ല. എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന പ്രൂഫോ എന്തോ വെച്ചിട്ട് എടുത്ത സിമ്മുകൾ ബൾക്കായിട്ട് ചാക്കിലാക്കി ഇവിടെ കൊണ്ടു കൊടുത്തിട്ട് കുറച്ച് പൈസ ഇവർ കൊടുത്തയക്കുന്നുണ്ട്. അതുപോലെ സ്ഥിരീകരിക്കാത്തൊരു വിവരമാണ് പോലീസുകാർക്ക് മാസപ്പടി കൊടുക്കുന്നുണ്ട് ഇവന്മാർ. എന്നിട്ടാണ് ഇവരെ നിർത്തുന്നത്.
ഇവർക്കെതിരെ വരുന്ന എന്ത് കേസുകളായാലും ശരി അത് പോലീസുകാർ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് അതുകൊണ്ടാണ്. പലരും ബാംഗ്ലൂർ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അവരവിടെ നിന്ന് ആട്ടിവിടുകയും അധിക്ഷേപിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാസപ്പടി മേടിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. അവിടെയുള്ള ഈ സ്ഥാപനത്തിനകത്ത് വർക്ക് ചെയ്യുന്നവർ തന്നെ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. മാസപ്പടി കൊടുക്കുന്നുണ്ട് ഓഫീസുകളിൽ നിന്നുള്ളതാണ്. മാസപ്പടി കൊടുക്കുന്നുണ്ട് പോലീസുകാർക്ക്, ബാംഗ്ലൂർ പോലീസുകാർക്ക് എന്നുള്ളതാണ്. ഇത് മനസ്സിലായല്ലോ. ഇനി ആരും അങ്ങോട്ട് ബാംഗ്ലൂരിൽ OLX വഴി ജോബ് തപ്പി പോകണ്ട. ഇതിനകത്ത് 90% ഇതുപോലുള്ള ഉഡായിപ്പായിട്ടുള്ള ജോബ് വാക്കൻസികളാണ് വരുന്നത്. ഞാൻ ഇത്രയും കർശനമായിട്ട് പറയുന്നത് ഇനി ആരും പോയി കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങളകത്ത് ആരെങ്കിലും ഡിഗ്രി കഴിഞ്ഞവരോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് വിക്റ്റിമായിട്ടുള്ള ആളുകൾ, ഏകദേശം 52ഓളം ആളുകളാണ് വിക്ടിംസ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നത്. അതിനകത്ത് പബ്ലിഷ് ചെയ്യാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് വോയിസ് അയച്ചു തന്നു. അവരുടെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ മലപ്പുറത്തുനിന്ന് ഇതുപോലെ OLX-ലെ പരസ്യം കണ്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പാക്കിംഗ് ജോബിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരുന്നത് ജോബിന്. അങ്ങനെ മാസത്തിൽ 25 രൂപ സാലറി, പിന്നെ അഡീഷണൽ ഓവർ ടൈം എടുത്താൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിരുന്നു. അതിൽ അപ്ലൈ ചെയ്ത് അവർ ഒരു മലയാളി അവിടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ CV അയച്ചാൽ പറഞ്ഞാൽ CV അയച്ചു കൊടുത്തു. അങ്ങനെ ഒന്ന് അപ്രൂവ് ആക്കിയിട്ട് തിരിച്ചു വരാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യും, നമ്മൾ അങ്ങോട്ട് വരുത്തിക്കണതിന് മുമ്പ് നമ്മുടെ ടിക്കറ്റിൻ്റെ ഫോട്ടോ വന്നിട്ട് എടുപ്പിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാൻ പറയും. എന്നിട്ട് അവരെന്തെങ്കിലും പ്രിപ്പയർ ആയി നിൽക്കും ഇൻ്റർവ്യൂവിന് വേണ്ടി. അങ്ങനെ അവരെന്തെങ്കിലും ഒരു റൂം കണ്ടുവെക്കും. അങ്ങനെ റൂം കണ്ട് നമ്മളോട് ഫസ്റ്റ് ടൈം എന്തെങ്കിലും പറയും, ഒരു 3,500 റുപ്പീസ് കയ്യിൽ വെക്കാൻ പറയും. നമ്മൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, വേറെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇൻ്റർവ്യൂ നടത്തിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ ചോദിക്കണമെന്ന് അവർ മറുപടി പറയും. എന്നിട്ട് നമ്മൾ കൊണ്ടൊരു റെസിപ്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കും പൈസ അടച്ചില്ല. അതിൻ്റെ ഇടയിൽ ഉണ്ടാവും മണി ഈസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമുക്കൊരു ലൊക്കേഷൻ അയച്ചാലും ആ ലൊക്കേഷനിൽ കറക്റ്റ് പോകാം. നമ്മൾ പോയി നോക്കുമ്പോൾ വല്ല എന്തെങ്കിലും പറ്റും വീഡിയോ എന്തെങ്കിലും കയറും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓട്ടോമാറ്റിക്കലി പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. ആഡ് കണ്ടിട്ട് ഇതുപോലെ ഒരു ജോലിയുടെ വേക്കൻസി ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ ലൊക്കേഷൻ ഇട്ടുന്നത്. ബെൻസോൺ ടവർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇന്റർവ്യൂ നടന്നിരുന്നത്. അവിടെ ചെന്നതിന് ശേഷം അവർ ഞങ്ങളെല്ലാവരെയും കുറേ പേരുണ്ടായിരുന്നു. ആദ്യം ചെന്നപ്പോഴത്തേക്കും റിസപ്ഷനിലെ പേരും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തതിന് ശേഷം അകത്ത് കയറി ഓഫീസിൽ കയറ്റിയിരുത്തി. അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ആയിരുന്നു ഓഫീസിൽ. ഞങ്ങളെല്ലാവരെയും പല ഇങ്ങനെ അകത്തിയായിരുന്നു ഇരുന്നത്, സെപ്പറേറ്റ് അകത്തിയായിരുന്നു ഇരുത്തിയിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ബയോഡേറ്റയും കാര്യങ്ങളും ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, പാസ്ബുക്കിന്റെ കോപ്പി, അതുപോലെ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം അവർ ജോലി തരാൻ 100% ഉറപ്പാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എമൗണ്ട് മേടിച്ചതിന് ശേഷം റെസിപ്റ്റ് ഒക്കെ തന്നു. അത് ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. അവർ ക്യാഷ് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത്. ജോലി കിട്ടിയില്ല ക്യാഷ് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചിരുന്നത്. പക്ഷേ റെസിപ്റ്റിനകത്ത് ക്യാഷ് തിരിച്ച് കിട്ടില്ല എന്ന് എഴുതിയിട്ടുണ്ടെന്ന് ആദ്യം ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായില്ലായിരുന്നു. ആദ്യം അത് സംഭവം എനിക്കുണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ ഇതേപോലെ OLX-ൽ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഈ തട്ടിപ്പുകാരൻ നമ്പറിലേക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു HR ഹർഷ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരാണ് ഫോൺ എടുത്തത്. സോ പുള്ളിക്ക് കന്നഡയിലാണ് പുള്ളി സംസാരിച്ചത്. എനിക്ക് കന്നഡ വലിയ വ്യക്തമായതുകൊണ്ട് ഈ ഒരു മലയാളി പെങ്കൊച്ചിന് ഫോൺ കൊടുക്കുമായിരുന്നു. അപ്പോൾ മലയാളി കൊച്ചാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് ഫ്ലിപ്കാർട്ട് ജോബാണ്, 18,000 രൂപ ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ പഠിപ്പ് വെച്ചിട്ട് 100% നിങ്ങൾക്ക് സ്കാനറിലും ഡാറ്റ എൻട്രിയിലേക്ക് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാനും വിശ്വസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഇതേപോലെ റൂമും ഫുഡും ഒക്കെ ഫ്രീ ആണ്, പിന്നെ ഒരു മാസം റൂമിന്റെ ഫുഡിന്റെ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് പൈസ തരേണ്ടി വരും, അത് കഴിഞ്ഞെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഒരു മാസം എമൗണ്ട് 3,990 രൂപ എന്നാണ്ടായിരുന്നു അവർ എൻ്റെ ചോദിച്ചത്. സോ ഞാൻ അവർ വിശ്വസിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് പറയുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 26,000 രൂപ സാലറി ഉണ്ട്, അത് കഴിഞ്ഞ് ഈ ഫണ്ട് റീഫണ്ടബിൾ ആണ്. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ ഫണ്ട് ജോലി ഉറപ്പാണല്ലോ, അവർ പറഞ്ഞ് ബാഗും എല്ലാം എടുത്തോട്ട് വന്ന് നിങ്ങൾക്ക് അന്ന് തന്നെ ജോലിക്ക് കയറാം. ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മലയാളി കൂടെയാണല്ലോ, മലയാളികൾ അങ്ങനെ പറ്റിക്കില്ല എന്നൊരിതുണ്ടായിരുന്നു. ഞാനും വിശ്വസിച്ച് വീട്ടിലൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണല്ലോ, എന്നാൽ പിന്നെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറഞ്ഞാൽ ട്രെയിനകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മജിസ്റ്റിക്ക് ചെന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്പം തന്നെ ഒരു ഫോൺ എടുത്തിട്ട് എനിക്ക് ഗോലീസ് പാർക്ക് എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ അയച്ചത്. ഗോലീസ് പാർക്കിൽ പോയിട്ട് BPC ബിൽഡിംഗ്, ഗോലീസ് പാർക്കിൽ BPFCD ബിൽഡിംഗ്, അവിടെയാണ് എനിക്ക് ഇന്റർവ്യൂ പറഞ്ഞത്. ഞാൻ അതിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് വിളിച്ചപ്പോൾ അവർ ഫസ്റ്റ് ഫ്ലോറിലോ സെക്കൻഡ് ഫ്ലോറിലോ കണ്ട് കയറി വരാൻ പറഞ്ഞു. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു പെണ്ണ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. പെണ്ണിന്റെ അടുത്ത് രജിസ്റ്ററിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇതേപോലെ അകത്തോട്ട് കൊണ്ടിരുത്തുമായിരുന്നു. എന്നെ കൂടാണ്ട് 3 മലയാളികൾ പിള്ളേര്, എന്നെക്കാളും പ്രായം കുറവുള്ള പിള്ളേരാണെന്ന് തോന്നുന്നു, അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതായത് ഇന്റർവ്യൂവിന് വന്നവരായിരുന്നു. അപ്പോൾ എന്നെ അവരുടെ കൊണ്ടിട്ട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടിരുത്തി. അതായത് അവർ ഫ്രണ്ട് സെന്ററിൽ ഒരു ബോർഡ് ഉണ്ട്, അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് പരസ്പരം സംസാരിക്കരുത്, ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഇന്റർവ്യൂ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, ഞങ്ങൾ ആരും പരസ്പരം അങ്ങോട്ട് കൂടെ സംസാരിച്ചില്ല. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്റർവ്യൂ എടുത്തത് ഒരു മാസ്ക് ഇട്ട ഒരു പെണ്ണായിരുന്നു. ആ മാസ്ക് ഇട്ട പെണ്ണ് ഇതേപോലെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നത്. അവസാനം നോക്കി എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് ഒരു മാസം ട്രെയിനിങ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ എറണാകുളത്ത് തന്നെ വർക്ക് ചെയ്താൽ മതി ഒരു മാസം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ബാംഗ്ലൂർ റീലൊക്കേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പഴയ റൂമിൽ കൊണ്ടിരുത്തി. അപ്പോൾ ഞാൻ എനിക്ക് മുമ്പ് ഇന്റർവ്യൂ വന്നിരിക്കുന്ന പിള്ളേരോട് ഇരിപ്പുണ്ടല്ലോ, അതായത് അവന്മാർ ഇന്റർവ്യൂ കഴിച്ചാണ് അവർ കൊടുത്തത്. ശരി, അവർ ഉള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ നോക്കി അവരുടെ അടുത്ത്. വെച്ച് സംസാരിക്കാൻ നോക്കിയിട്ട് ഇവർ പെട്ടെന്ന് എന്നെ കൊണ്ടുവന്ന് വേറെ റൂമിൽ കൊണ്ടിരുത്തി. എന്നെ അവിടെ നിന്ന് മറ്റു വേറെ റൂമിൽ കൊണ്ടിരുത്തി.
വണ്ടി എടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് എന്നെ വിളിച്ചു. ആദ്യം എന്നെ വിളിച്ചിട്ട് കോർഡിനേറ്റർ റൂമിലോട്ട് കയറ്റിയിട്ട് അവർ ഇതേപോലെ എമൗണ്ട് ഗൂഗിൾ പേ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു 3000. എന്നിട്ട് അവിടുത്തെ കോർഡിനേറ്റർ പറഞ്ഞു നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിയിലെ HR ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് ആണ്, വിശ്വസിക്കുന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആര് കേട്ടാലും വിശ്വസിച്ച് പോകും, അങ്ങനത്തെ രീതിയിലാണ് അവർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിനായിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് അവർ മേടിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് നമ്മുടെ അവർ സൈൻ ചെയ്യേണ്ട ഒരെണ്ണം മാത്രം ഫിംഗർ പ്രിന്റ് മേടിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് അവർ ബില്ലിൽ എന്താ സൈൻ ചെയ്തത്. ആ ബിൽ ഞാനിങ്ങനെ OLX അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് പോയതാണ്. പിന്നെ ഇപ്പൊ 4ാമത്തെ ആളാണ് പറയുന്നത്. രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ ബാംഗ്ലൂർ എത്തിയതിനു ശേഷം അത് OLXന്റെ അവർ വിളിച്ച ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അത് നമുക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റവർ. അതിനുശേഷം ഒരു ബെൻസോൺ ടവർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. മലയാളികൾ തന്നെയായിരുന്നു. അവർ എത്തിയ ശേഷം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ പൈസ വേണം, പൈസ തന്നാൽ എന്താ ജോലിക്കേറ്റു. അപ്പോൾ നമ്മൾ പൈസ എടുത്തിട്ടില്ല എങ്കിലും എന്തായാലും പൈസ തരാൻ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, ഇത് ബാംഗ്ലൂരാണ്, എന്താ കൊന്നാളി നമുക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഞാൻ കോഴിക്കോട് ഭാഗത്തുനിന്ന് 5ാമത്തെ ആളാണ്. ഒരു ജോലി ചെയ്യാൻ വേണ്ടി പണിക്ക് കയറാൻ വീട്ടിൽ ബുദ്ധിമുട്ടൊന്നും പരിഹരിക്കാൻ കുറച്ച് കടമയൊക്കെ വീട്ടാന്ന് കരുതിയിട്ട് ഒന്ന് വെയർ ഹൗസിൽ പണിക്ക് കയറാൻ കരുതിയതാണ് ബാംഗ്ലൂർ. OLX പരസ്യം കിട്ടുന്നുണ്ട്. അങ്ങനെ ഓൺലൈനായിട്ട് കിട്ടും. ഇതൊക്കെ ഓൺലൈനായിട്ട് പണം അടച്ചു 2000 രൂപ പിന്നെ 1900 അയച്ചിട്ടുണ്ട്. നമ്മളായിട്ട് 3900 അയച്ചു. അങ്ങനെ അവർ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് പിന്നെ പറ്റിക്കുകയായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് പിന്നെ സിം നിലവിലില്ല എന്നാണ് പറയുന്നത്. നമ്പർ ഇപ്പോൾ വാട്സപ്പിലാണ് ആദ്യമൊക്കെ ചെയ്യുന്നത്. പിന്നെ വാട്സപ്പിലായിരുന്നു ചെയ്യുന്നത്. ഈ ഡാറ്റയൊക്കെ എൻ്റെ ഫോണിനകത്ത് കിടക്കുന്നുണ്ട്. ഇതിൽ പല ഡാറ്റാസും ഞാൻ OLXന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ എന്തുകൊണ്ടാണ് ഈ ഇതിനകത്ത് റിപ്ലൈ തരാത്തതെന്നും അല്ലെങ്കിൽ ഇവരെ ഈ തട്ടിപ്പുകാരെ ഈ OLXനകത്ത് റിമൂവ് ചെയ്യാത്തതെന്നും എനിക്കറിയില്ല. ഇനി ഇവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് OLX എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നുണ്ടോ നമുക്കറിയില്ല, കൈപ്പറ്റുന്നുണ്ടോ നമുക്കറിയില്ല. സോ ഞാൻ ഇപ്പം 48 hours കഴിയാണ് OLXലേക്ക് ഒരു മെയിൽ അയച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥർക്കും CC വെച്ചിട്ട് അവരുടെ റിപ്ലൈ എന്താ അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ഹയർ അതോറിറ്റിക്ക് അയക്കാമെന്ന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഇതിന് പുറകെ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് ലീഗലി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ മാത്രമല്ല ഇതിനകത്തുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഇതിന്റെ ഒടുക്കം എന്ന് പറയുന്നത് ഹയർ അതോറിറ്റിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ OLXന്റെ എന്താണ് റിവേർട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ കേട്ടില്ലേ, ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇത് ബാംഗ്ലൂരാണ്, നീ പൈസ തരാതെ പോകത്തില്ലെന്ന് അവിടുത്തെ സ്ത്രീകൾ പറയാണ്. ഇവനൊക്കെ ഇവിടെ വന്നിട്ട് വല്ലതും പറഞ്ഞാണ്ടല്ലോ അവൻ്റെ കാരണക്കുട്ടി അടിച്ച് പൊളിക്കത്തേ ഉള്ളൂ. ഇവിടെ നിന്നൊക്കെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാട്ടിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മലയാളികൾ ഈ കേരളത്തിൽ നിന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് അവിടെ പോയിട്ട് അവിടെ ഏതോ ലോക്കൽ ഗുണ്ടകളുടെ ഹോൾഡ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് ഈ പരിപാടി ചെയ്യിക്കുന്നത് വേറൊരു ടീം. ഈ അവരുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഡാറ്റാസ് ഞാൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വീഡിയോയ്ക്കകത്ത്. ഇത് പണ്ട് തുടങ്ങി വെച്ചവന്മാരെ കുറിച്ചൊക്കെ. ഇപ്പോൾ അവന്മാർ വലിയ മെയിൻ ലീഡർമാരെ പോലെ എല്ലാ സ്ഥലത്തും പോയിട്ട് പൈസ പിരിച്ചുകൊണ്ട് പോവുക. നിങ്ങൾ കൊടുക്കുന്ന ഈ 3,900 ഇടയിൽ കൂടെ കുറേ കമ്മീഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഈ വിളിക്കുന്നവർക്ക് കമ്മീഷൻ പോകുന്നുണ്ട്. അതുപോലെ ഇതിന് മെയിൻ തലപ്പത്തിരിക്കുന്നവർക്ക് കമ്മീഷൻ പോകുന്നുണ്ട്. അവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക്, സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നവർക്ക്, പേയ്മെന്റ് മേടിക്കുന്നവർക്ക് എല്ലാം കമ്മീഷൻ പോകുന്നുണ്ട്. ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് ബാംഗ്ലൂരിൽ മുന്നോട്ട് വന്നത് അവിടുത്തെ നിയമ സംവിധാനത്തിന്റെ അധപ്പതനമാണ്. ബാംഗ്ലൂരിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, പല തട്ടിപ്പുകൾ. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനലിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ബ്ലൂ ടാക്സി എന്ന് പറയുന്ന പേരിൽ, എയർപോർട്ട് ടാക്സി എന്ന് പറയുന്ന പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ആട് ജീവിതത്തെക്കാളും വളരെ മോശമാണ് അവിടുത്തെ ഡ്രൈവർമാരുടെ ജീവിതം എന്നാണ് പറയുന്നത്. ഈ ആരാണ്ടൊക്കെയോ വന്നിട്ട് അവിടെ പഴങ്കഞ്ഞി വെച്ചിട്ട് പോകും, പുറകിൽ ഈ ഇറയത്ത് വെച്ചിട്ട് പോകാന്ന് പറയും. മഴ പെയ്യുന്നതിൻ്റെ മറ്റേ കൊലായിൽ വെച്ചിട്ട് പോകും, അതെടുത്ത് കുടിച്ചോണം. അതേ ഉള്ളൂ അവിടെ ഫുഡ്. അത് ആദ്യം വന്ന് എടുക്കുന്നവർക്ക് കിട്ടും. ഈ ആടുജീവിതം പോലെ ഒരു റൂമിനകത്ത് മണ്ണിട്ട മൺകൂരയ്ക്കകത്ത് ഏതോ ഒരു കൃഷി സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങുന്നവർ, ഇങ്ങനെ കഷ്ടപ്പെടുന്നവർ ഉണ്ട് നമ്മുടെ മലയാളികൾ ബാംഗ്ലൂരിൽ പോയിട്ട്. നിങ്ങൾ ഈ ഒന്നും നോക്കാതെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എടുത്തു ചാടി പോകരുത്, ആരും പോകരുത്. ഈ വീഡിയോ എത്തേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്താണ്, അതുപോലെ കാൻഡിഡേറ്റ്സിൻ്റെ അടുത്താണ്. ഏകദേശം 25 വയസ്സിന് താഴെയുള്ള ആളുകൾ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്നുള്ളത്. ബാംഗ്ലൂർ മാത്രമല്ല, കേരളത്തിൽ വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട് പല സ്ഥലത്തും. വെയർ ഹൗസിൽ ഇത് ഫ്ലിപ്കാർട്ട് പറഞ്ഞിട്ടില്ല, ആമസോൺ പറഞ്ഞിട്ടില്ല, ടാറ്റ അറിഞ്ഞിട്ടില്ല, അതുപോലെ ലൈലൻഡ് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല ഈ പരിപാടിയൊന്നും. പക്ഷെ ഇവർക്ക് ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്, ആയിരക്കണക്കിന് വേക്കൻസികൾ OLX കിടക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് അപ്പം നടന്നു പോകുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഇതിന് പോയി അറ്റൻഡ് ചെയ്യുന്നവർ പെട്ടുപോയി ബാംഗ്ലൂർ സ്റ്റേഷനിൽ പോകുന്നു, സ്റ്റേഷനിൽ നാട്ടി ഓടിക്കുന്നു. നിങ്ങൾ മലയാളികൾക്ക് ബുദ്ധിയില്ലെന്നും പറഞ്ഞുകൊണ്ട്. കാരണം എന്താ, ഇതിനകത്തുള്ള തട്ടിപ്പുകാർ തന്നെ പറഞ്ഞ വോയിസിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ബാംഗ്ലൂർ പോലീസിനകത്ത് നിന്ന് എന്തോ കമ്മീഷൻ മേടിക്കുന്നുണ്ട് അത്ര. ഇതെന്താ നടക്കുന്നത്, എന്താ അവസ്ഥ ഇത്? നമ്മളിത് ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിക്കൊണ്ട് വരാൻ നോക്കുമ്പോഴത്തേനും ഇത് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് പണിയാണ്. ഇത് ഓരോ സ്ഥലത്ത് നിന്ന് ഇപ്പം നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഇവർ ശരിക്കും ഇപ്പോഴും പെടുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ വന്നതിന് ശേഷം ഏകദേശം ഇതിനകത്ത് ചെറിയൊരു ഡൗൺ, അതായത് ഈ തട്ടിപ്പുകാർ നല്ല പക്ക അതപ്പതിച്ച് പോയിട്ടുണ്ട്. കാരണം ഇവർക്ക് ഈ കിട്ടുന്ന ഈ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഫേക്ക് ആയിട്ടാണ് ചെല്ലുന്നത്. പിറ്റേ ദിവസം രാവിലെ വരാൻ പറഞ്ഞ ദിവസം രാവിലെ പറയും ഞങ്ങൾ വരുന്നില്ല, നിങ്ങളെ പറ്റിച്ചാന്ന് പറയും.
ഇന്റർവ്യൂവിന് വരുന്നില്ല, ഞങ്ങൾ ഇറങ്ങിയിട്ടും ഇല്ല, ഞങ്ങൾ ഫേക്ക് ആയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളും അയച്ചത് നിങ്ങളെ പറ്റിച്ചാന്ന് പറയും. നിങ്ങൾ അതിനകത്ത് റെസ്പോണ്ട് ചെയ്ത് നോക്കുന്നേ. നിങ്ങൾ OLX എടുക്ക്, വെയർ ഹൗസ് ജോബ് അടിക്കുക, ബാംഗ്ലൂർ വെയർ ഹൗസ്, അതുപോലെ കൊല്ലത്തൊക്കെ ഉണ്ടെന്ന് വേക്കൻസി. കൊല്ലം, എറണാകുളം, കളമശ്ശേരി, കാക്കനാട്, മലപ്പുറം ഇല്ലാത്ത ജില്ലകൾ എവിടെയില്ല. ഞാൻ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നറിയോ? ഇനി ഒരാൾ ഇങ്ങനെ പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വീഡിയോ കണ്ട് ഏകദേശം 500 കണക്കിന് ആളുകൾ ഇതിനകത്ത് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇനിയും ആരും ഒറ്റ കുട്ടി പോലും പെടാൻ പാടില്ല ഇതിനകത്ത്. നിങ്ങൾ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞാൽ കിട്ടാൽ മതി. വീഡിയോ ഷെയർ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളായിട്ട് തന്നെ പറഞ്ഞാൽ ഇടുക, ഇതുപോലെ ബാംഗ്ലൂരിൽ ഒരുപാട് വേക്കൻസി ഉണ്ടാ, OLXൽ കിടക്കുന്നുണ്ടാ, അതിൽ പോയി അറ്റൻഡ് ചെയ്യാൻ പോകല്ലേ, പണി പാളും എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ വോയിസ് അങ്ങ് ഇട്ടേക്കുക ഗ്രൂപ്പിൽ. അതുപോലെ നിങ്ങൾ അധ്യാപകരുടെ അടുത്ത് പറയുക, ആരെയും ഇങ്ങനെ വിടരുതെന്ന് പറയുക. കാരണം ഇവർ അധ്യാപകരെ അപ്രോച്ച് ചെയ്തുകൊണ്ട് പൈസ കൊടുത്തുകൊണ്ട് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കോളേജിനകത്ത് അധ്യാപകർ വെട്ടുപോയി. അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. 12 പിള്ളേർക്ക്, 12 കുട്ടികൾക്ക് 4,900 വെച്ച് അവിടുത്തെ ആ കോളേജിൽ അധ്യാപകൻ തിരിച്ചു കൊടുത്തു. ഈ തട്ടിപ്പിൽ പോയി പെട്ടിട്ട്. കാരണം കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളുടെ അധ്യാപകനല്ലേ, എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇത്രയും തട്ടിപ്പുകാരുടെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ട് വിട്ടെന്ന് ചോദിച്ചത്? ആ അധ്യാപകന്റെ പോക്കറ്റിൽ നിന്ന് പൈസ പോയി. മനസ്സിലായോ? അങ്ങനെ കോളേജിലൊക്കെ ആരും നിങ്ങൾ ഇതിനൊക്കെ വിടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ച് മേടിച്ചോണം, കുത്തിനെ പിടിച്ച് മേടിച്ചോണം. അങ്ങനെ വെറുതെ വിടുമൊന്നും വേണ്ട ആരെയും. കാരണം പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അധ്യാപകരൊന്നും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ഇത്രേ പറയാനുള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തായാലും കുറെ നീണ്ടു പോയിട്ടുണ്ട് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട്. ഒരുപാട് തെളിവുകൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവർ അതും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവർ വന്നിട്ട് പറയും, നീ ഇങ്ങനെ വന്നിട്ട് ചലച്ചിട്ട് കാര്യമില്ല, നീ എന്തെങ്കിലും ലീഗലായിട്ട് മൂവ് ചെയ്യുക, അവരങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിക്കും. ഞാൻ ഇത്ര ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി. ഇനി ഇത് മാത്രമല്ല, ലീഗലായിട്ട് മൂവ് ചെയ്യുന്നുമുണ്ട്. നമ്മൾ ഇതേ കേസ് ഫേസ്ബുക്കിനകത്ത് പെയ്ഡായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട്, എൻ്റെ യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് നിന്ന് കുറച്ച് ശതമാനം ഞാൻ മാറ്റി വെച്ചിട്ട് കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഈ സാധനം എത്തിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകല്ലേ, OLXൽ പരസ്യം കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ആ സ്ക്രീൻഷോട്ട് ഞാൻ അവിടെ കൊടുക്കാം. എത്ര പേര് ഇത് കണ്ടു, എത്ര പേര് റിയാക്ഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ കാണിക്കാം. ഏകദേശം 10-30,000-ഓളം ആൾക്കാരിൽ റീച്ചായി. അത്രയും ഒരു ഹൈ വൈബ് കിട്ടിയ ആ ഒരു പോസ്റ്റിന് ഇൻസ്റ്റാഗ്രാമിലും റീച്ചായി. ഇത്ര ലൈക്കും കമന്റും ഷെയറും ഒക്കെ അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ അത്രയും ഇമ്പാക്ട് ഇതിനകത്ത് ഈ തട്ടിപ്പുകാരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി അത്രയും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടേതായ രീതിയിൽ ശ്രമിക്കുക. അല്ലാണ്ട് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ ഇത് തന്നെ ഇനി തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യും. ഒരു കമന്റ് വന്നത് ഞാൻ പറഞ്ഞതാ, നീ എന്ത് ചെയ്തു? നീ ഐശോകലായിട്ട് തന്നെ അറിയിച്ചോ, നീ ടാറ്റനെ അറിയിച്ചോ, നീ ആമസോണിലെ അറിയിച്ചോ ഇങ്ങനെ ഫേക്ക് ഇന്റർവ്യൂ ഉണ്ടെന്നുള്ളത്, നീ ഫ്ലിപ്കാർട്ടിനെ അറിയിച്ചോ ഇങ്ങനെ ഫേക്ക് ഇന്റർവ്യൂ ഉള്ളത്? അറിയിക്കടോ. നിങ്ങൾക്ക് അറിയിക്കാൻ പാടില്ലേ? OLX എടുത്തിട്ട് ഞാൻ ഈ കാണിച്ചു തന്ന വെയർ ഹൗസ് ജോബിനകത്ത് നിങ്ങൾ ചാറ്റ് ചെയ്യ്, അവരായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, പൈസ കൊടുക്ക്, എന്നിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, ഫ്ലിപ്കാർട്ടിനെ അറിയിക്കുക, ആമസോണിൽ അറിയിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ കമന്റിനകത്ത് എഴുതി ചേർക്കാം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. തീർച്ചയായും അടുത്ത വീഡിയോ കാണാൻ. വരെ ഗുഡ് ബൈ.